ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 34 വാക്യം. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട്. എന്തുവാ? ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട്. അപ്പൊ ഏറ്റവും വലിയൊരു ചിന്തയാണ് ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി? നിങ്ങളെ നോക്കിയോ, ബ്രദറെ നാളെ എങ്ങനാവും, നാളെ എങ്ങനെ ജീവിക്കും? അയ്യോ, ഇവിടെ യോഗത്തിനിരിക്കുമ്പോഴും എൻ്റെ ബ്രദറെ അക്കൗണ്ട് എല്ലാം കാലിയാ. ഈ ഭാരം അകത്തോട്ട് കയറിയാൽ ഓടാൻ പറ്റുകയില്ല. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെടല്ലേ. ഹല്ലേലൂയ. നീ ഒന്ന് കംപ്ലീറ്റ് ഫ്രീ ആകണം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, ഹല്ലേലൂയ, നമുക്ക് മുമ്പിലുള്ള ഓട്ടം. രണ്ടാമത്തെ ദൂതിലോട്ട് ഞാൻ കയറുക, അതുകൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. പൗലോസ് പറയാ, ഒന്ന് ഞാൻ ഓട്ടക്കളത്തിൽ, രണ്ടാമത്തെ പറയുക, ആമീൻ, ഞാൻ ഓടുന്നത് മുമ്പിലെ കാഞ്ഞുകൊണ്ടാണ്. അവിടെ ഒരു ദൂതുണ്ട്, പിമ്പിലുള്ളത് മറന്ന്. പിമ്പിലുള്ളത് ഓടാൻ കൊതിക്കുന്നവർക്ക് മറവി കൂടുതൽ വേണം. അടുത്തിരിക്കുന്ന ആളെ കൈ എടുത്ത് പറ, പണ്ടത്തെ എല്ലാം മറക്കാൻ പറ. എന്തുവാ? പണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ വിവരം അറിഞ്ഞപ്പം പത്രോസും യോഹന്നാനും കൂടെ ഓടി. എവിടാ? കല്ലറക്കലോട്ട്. ഓട്ടത്തിൽ ഈ പത്രോസ് ഇപ്പൊ എവിടാ? മുമ്പില. കൂടുള്ള ശിഷം പുറകില. ഓടി കല്ലറ അടുത്തപ്പോൾ ആ പത്രോസ് ഓർത്ത്, ദൈവമേ, 3 വട്ടം തള്ളിപ്പറഞ്ഞവനെ ഞാൻ കാണാൻ പോകുന്നത്. ചിന്തിച്ചപ്പോൾ പത്രോസ് പുറകിലും പുറകിൽ വന്ന ശിഷം മുമ്പിലുമായി. അങ്ങനെ ആ ബൈബിൾ പഠിപ്പിക്കുന്നു. ഓട്ടത്തിനിടയിൽ ചിലർ, എൻ്റെ കാര്യം കർത്താവ് ക്ഷമിക്കുമോ? കർത്താവ് പറഞ്ഞടാ ക്ഷമിച്ചു, എന്നാലും ക്ഷമിക്കുമോ? എൻ്റെ മിണ്ടുന്നില്ല. ഇപ്പോൾ യോഗത്തിന് വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ. എന്താ കാര്യം? ദൈവം ക്ഷമിക്കുമോ? എന്നോട് സഹകരിച്ചേ, ക്ഷമിക്കും മോനെ, ദൈവം ക്ഷമിക്കും നിന്നോട്. ദൈവം നിന്നോട് ക്ഷമിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നതാ. അവൻ നിന്നോട് ക്ഷമിക്കും. അവൻ നിന്റെ കുറ്റങ്ങളെ ക്ഷമിക്കും. അവൻ നിന്റെ കുറവുകളെ ക്ഷമിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്ക്. അവനോട് ചേർന്നിരിക്ക്. നിനക്കൊരു അനുഗ്രഹം ഉണ്ട്. പിമ്പിലുള്ളത് ഈ പൊതുവെ ഈ മനുഷ്യൻ ഈ പിമ്പിലുള്ളത് മറക്കാൻ വലിയ പ്രയാസമാണ്. ഈ ഓട്ടത്തിനുള്ളൊരു നിയമം പറയാം. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ടത്. 19 അധ്യായത്തിലെ 17 വാക്യം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 17 വാക്യം. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്. ഈ ഓടുന്നതിന്റെ രണ്ടാമത്തെ നിയമമാ, പുറകോട്ട് എന്ത് ചെയ്യരുത്. ചിലരിങ്ങനെ ഓടുന്ന ഇടയ്ക്കിടയ്ക്ക്. അത് ലോത്തിന്റെ ഭാര്യയുടെ സഭക്കാരാ. മിണ്ടുന്നില്ല. ലോത്തിനോടാ പറയുന്നേ, നീ കാണിച്ചത് മൊത്തം പൊട്ടത്തരവാ. നിനക്ക് ഒരവസരം തരുവാ ഓടാൻ. ഓടി രക്ഷപ്പെട്ടോണം. പക്ഷെ ഓട്ടത്തിന് നിയമമുണ്ട്. പുറകോട്ട്. അടുത്തിരിക്കുന്ന നോക്കുക, പുറകോട്ട് നോക്കല്ലെന്ന് പറ. മിണ്ടുന്നില്ല. ചിലർ ഇടയ്ക്കിടയ്ക്ക് എന്തോ ചെയ്യും, പുറകോട്ട് നോക്കും. കർത്താവ് പറയുക, നീ എന്ത് ചെയ്യരുത്? പുറകോട്ട് നോക്കരുത്. ഇറങ്ങിയതായിരിക്കും. ഇറങ്ങാൻ കട്സില്ലാത്തവൻ ഇറങ്ങരുത്. അവരെന്തോ പറയും, അവരെന്തും പറയട്ടെ. പക്ഷെ ഞാൻ ഓടാൻ ഇറങ്ങിയതാ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ക്രിസ്തുവേശുവിൽ പരമവെള്ളിയുടെ ലാക്കിലേക്ക് ഉള്ളൊരു ഓട്ടമാണ്. ഇവിടെ എനിക്ക് വിജയിച്ചേ പറ്റൂ. ഇവിടെ ഞാൻ വിജയശ്രീ ലാളിതനായാലേ പറ്റൂ. എന്നിട്ട് അവിടെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ജീവരക്ഷയ്ക്കായി ഓടിപ്പോക. പുറകോട്ട് നോക്കരുത്. ഈ പ്രദേശത്തെങ്ങ് നിൽക്കേമരുത്. നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക. നിങ്ങൾ എന്നെ നോക്കിയേ. ഈ പൊതുവെ ഓട്ടത്തില് പുരുഷന്മാരാ മുമ്പില്, അല്ലയോ? ഓടിയാ പൊതുവേ, അല്ലയോ? ചിലക്ക് ബസ്സേ കയറുമ്പം ഭാര്യയുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലയോ? വലിയ കയറ്റമൊക്കെ കയറുമ്പോഴേ ഭാര്യ കയ്യെ ഞാൻ നാ കയറുന്നേ. ഇങ്ങോട്ട് സഹകരിക്കുക. ഇങ്ങോട്ട് നോക്ക. ലോത്ത് മുമ്പിലോടുക, ഭാര്യ കയ്യെ
ഈ സ്ത്രീകളുടെ കൈയൊക്കെ പൊതുവെ ഇച്ചിരി സോഫ്റ്റാണ്. ഇങ്ങനെ മുറുക്കി പിടിച്ച് ഓടുന്നതിനെ പെട്ടെന്ന് ഉപ്പിയാക്കെ പിടിക്കുന്ന പോലെ ഫീൽ ഉണ്ടായി. ആർക്ക്? ലോത്തിന്. എന്തോത്തിനാ? ഉപ്പിയാക്കെ. ലോത്തിൻ്റെ ഭാര്യ അവിടെ ഉപ്പുതൂണായെന്നാ അല്ലേ? ഇന്നും അവിടെ കാണാൻ പോകുന്ന ഈ പശുക്കളെല്ലാം നക്കി ഷെയ്പ്പ് കെട്ടെന്നാ.